നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ പ്രശ്നം ഇസ്രയേലല്ല, ഇസ്രയേലുമായി ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു. US പബ്ലിക് ബ്രോഡ്കാസ്റ്റർ NPRന് നൽകിയ അഭിമുഖത്തിൽ സിറിയൻ നേതാവ് അഹമ്മദ് അൽ ഷറയ്ക്ക് വേണ്ടി ദമാസ്കസ് ഗവർണർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. സിറിയയിൽ പുതുതായി സ്ഥാപിച്ച സർക്കാർ ഇസ്രയേലുമായി സൗഹാർദ്ദപരമായ ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഇസ്രയേലിനോട് ഭയമില്ല. ഞങ്ങളുടെ പ്രശ്നം ഇസ്രയേലിൻ്റേതല്ല. ഇസ്രയേലുമായി സഹവർത്തിത്വം ആഗ്രഹിക്കുന്ന ജനതയാണ് ഇവിടെയുള്ളത്. അവർ സമാധാനം ആഗ്രഹിക്കുന്നു. ഞങ്ങൾ തർക്കങ്ങൾക്ക് മുതിരില്ല. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കോ മറ്റെന്തെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ ഭീഷണിയാവുന്ന ഒരു പ്രവർത്തനങ്ങളും ഇനി സിറിയയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. ഞങ്ങൾക്ക് സമാധാനം മാത്രമാണ് വേണ്ടത്. ഇസ്രായേലിന്റെ എതിരാളികളായ മറ്റേതെങ്കിലും രാജ്യങ്ങളുമായി ചങ്ങാത്തത്തിലാകാനും ഞങ്ങളില്ല. ബാഷർ അസദിന്റെ പതനത്തിനു ശേഷം ഇസ്രായേൽ സിറിയയിൽ നടത്തിയ ആക്രമണങ്ങളെ സ്വാഭാവികം എന്ന് വിശേഷിപ്പിക്കുകയാണിപ്പോൾ സിറിയ. ഒരുപക്ഷെ ഇസ്രായേലിന് ഭയം തോന്നിയിരിക്കാം. അതുകൊണ്ടവർ അല്പം മുന്നേറി. തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ കുറച്ച് ബോംബുകൾ എറിഞ്ഞു. ഡിസംബറിൽ മിന്നലാക്രമണത്തിൽ വിമതർ ദമാസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിന് തൊട്ടുപിന്നാലെ സിറിയയുടെ രാസായുധ സൈറ്റുകൾ, മിസൈലുകൾ, വ്യോമപ്രതിരോധം, വ്യോമസേന, നാവിക ലക്ഷ്യങ്ങൾ എന്നിവയുൾപ്പെടെ വിപുലമായ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയത്. ഗോലാൻ കുന്നുകളിൽ ഐക്യരാഷ്ട്രസഭയുടെ പട്രോളിംഗ് ബഫർ സോണിലേക്കും ഇസ്രായേൽ പ്രവേശിച്ചിരുന്നു. സിറിയയിലെ സംഘർഷത്തിൽ തങ്ങൾ ഇടപെടില്ല. 1974 സ്ഥാപിതമായ ബഫർ സോൺ പിടിച്ചെടുത്തത് പ്രതിരോധ നടപടി മാത്രമാണെന്നാണ് മുൻപ് ഇസ്രായേൽ വിശദീകരിച്ചത്. ഇസ്രായേൽ പുതിയ ഭരണകൂടവുമായി ശരിയായ ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. ചുരുക്കത്തിൽ സിറിയയും ഇസ്രായേലും ഒരുമിച്ച് ചേരുന്ന കാഴ്ച ഇത് ഇറാനെ കൂടുതൽ ഭയപ്പെടുത്തും. ഹൂതികൾ ഇപ്പോൾ ബോധമില്ലാതെ ആക്രമണം നടത്തുന്നതിന് പിന്നിലും ഈ ചങ്ങാത്തത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത്. ഇറാനെ സിറിയയിൽ പുനഃസ്ഥാപിക്കാൻ പുതിയ ഭരണകൂടം അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി ഇപ്പോൾ സിറിയ. ഇറാനിയൻ ആയുധങ്ങളോ മറ്റെന്തെങ്കിലുമോ കൈമാറ്റം ചെയ്യാനും ഞങ്ങൾ അനുവദിക്കില്ല. അസദിന്റെ കാൽപ്പാടുകൾ പിന്തുടരുന്നവർ അസദിനെ പോലെ അസ്തമിക്കുമെന്നാണ് ദമാസ്കസ് ഗവർണർ വ്യക്തമാക്കിയത്. അതിർത്തിക്കിപ്പുറത്തുനിന്ന് ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കാൻ ഒരു തീവ്ര ഇസ്ലാമിക ഭീകര സംഘടനയും ഞങ്ങൾ അനുവദിക്കില്ല. ശക്തമായ പ്രതികരണമാണ് ഇപ്പോൾ സിറിയ നടത്തിയിരിക്കുന്നത്. 1974 കരാർ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. UN-നെ തിരിച്ചയക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സിറിയയുടെ പുതിയ ഡിഫാക്ടോ നേതാവ് അൽ ഷറ പറയുന്നു. സിറിയയെ ആക്രമണത്തിനുള്ള ഒരു ലോഞ്ച് പാഡായി ഉപയോഗിക്കാൻ ഒരു രാജ്യത്തെയും ഞങ്ങൾ അനുവദിക്കില്ല. സിറിയൻ ജനതയ്ക്ക് ഒരു ഇടവേള ആവശ്യമാണ്. സ്ട്രൈക്കുകൾ പൂർണ്ണമായി അവസാനിപ്പിക്കണം. ഇസ്രയേൽ അതിന്റെ മുൻ നിലപാടുകളിലേക്ക് മടങ്ങണമെന്ന് നേരത്തെ അൽ ജൊലാനി വ്യക്തമാക്കിയിരുന്നു. സിറിയയും ഇസ്രയേലും തമ്മിൽ ഇപ്പോൾ നയതന്ത്ര ബന്ധമില്ല. എന്നാൽ നയതന്ത്ര ബന്ധം തുറക്കുമെന്നാണ് ഇപ്പോൾ ദമാസ്കസ് ഗവർണറുടെ പ്രഖ്യാപനം. 1948 ഇസ്രയേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച അന്നു മുതൽ ഔപചാരികമായി ഒരു ശാശ്വത യുദ്ധത്തിലാണ് സിറിയയും ഇസ്രയേലും. അന്ന് പുതുതായി ജനിച്ച യഹൂദ രാഷ്ട്രത്തെ ആക്രമിച്ച നിരവധി രാജ്യങ്ങളിൽ ഒന്നാണ് സിറിയ. 1949 ഇരു രാജ്യങ്ങളും അതിർത്തി നിർവചിക്കുന്ന ഒരു യുദ്ധവിരാമ കരാർ ഒപ്പിട്ടു. സിറിയ ഒരിക്കലും ഇസ്രായേലിന്റെ അസ്തിത്വം മുൻപ് ഔപചാരികമായി അംഗീകരിച്ചിരുന്നില്ല. 1967 6 യുദ്ധത്തിൽ സിറിയയിൽ ആക്രമണം നടത്തി മുന്നേറിയ ഇസ്രായേൽ സിറിയൻ സേനയെ തകർത്ത് അങ്ങ് ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്തു. 1973 യോം കിപ്പൂർ യുദ്ധസമയത്തും സിറിയ വീണ്ടും ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ശേഷം സിറിയയെ പിന്നോട്ട് തള്ളി ഇസ്രായേൽ സിറിയൻ മണ്ണിലൂടെ കുതിച്ചെത്തി. ലെബനൻ ഹിസ്ബുള്ളയെ ദുർബലരാക്കിയ ഇസ്രായേൽ ഇപ്പോൾ ശക്തമായ പ്രതികരണമാണ് ഹൂതികൾക്ക് നേരെ നടത്തുന്നത്. ഇറാൻ അച്ചുതണ്ടിന്റെ അവസാനയാൾ എന്ന നിലയിൽ ഹൂതികൾക്ക് നേരെ ഇനി ശക്തമായ ആക്രമണം നടത്താനുള്ള ഔപചാരികമായ തീരുമാനം ഇസ്രായേൽ എടുത്തു കഴിഞ്ഞു. ഹൂതികളെ ദ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവനെ കൂടി നിലം പരിശാക്കിയതിനു ശേഷം ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് താൽക്കാലികമായി ഒരു വിരാമത്തിലെത്തും. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധം ഇസ്രായേൽ കരുതിയതിലും ബുദ്ധിമുട്ടേറിയതാണ് എന്ന് ഇസ്രായേലിന്റെ തന്നെ ചില നേതാക്കൾ പ്രതികരിക്കുന്നു. ഹൂതികൾ പലരും കരുതുന്നതിനേക്കാൾ സാങ്കേതികമായി പുരോഗമിച്ചവരാണ്. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് തൊടുക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഹൂതികൾ അയച്ച ബാലിസ്റ്റിക് മിസൈൽ തകർത്തത് ഇസ്രയേൽ അമേരിക്കൻ നിർമ്മിതമായ താഡ് വ്യോമ പ്രതിരോധത്തിന്റെ സഹായത്തോടെ.
താഡ് സംവിധാനം ഇസ്രയേൽ ക്രമീകരിച്ചതിന് ശേഷം ആദ്യമായാണ് ഇപ്പോൾ താഡ് പ്രതിരോധ സംവിധാനം ഹൂതികൾ അയച്ച ബാലിസ്റ്റിക് മിസൈലിന് നേർക്കുയർത്തുന്നത്. ഇസ്രയേലിനെതിരെ ഒരു യുദ്ധം നയിക്കാൻ തങ്ങൾക്ക് കഴിവുണ്ട് എന്ന് ഇപ്പോഴും ഹൂതികൾ വിശ്വസിക്കുന്നു. എന്നാൽ ഹൂതികളെ നിലംപരിച്ചാക്കി ഇറാന്റെ അച്ചുതണ്ടിനെ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് തുരത്തണമെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ നിശ്ചയദാർഢ്യമെടുത്തിരിക്കുന്നത്. ഹൂതികളുടെ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഇസ്രയേലിന് നേർക്ക് തൊടുക്കാൻ അവർക്ക് ചില $1000 ചിലവുകൾ മാത്രം. എന്നാൽ ഇസ്രയേലിന് ഇത്തരം മിസൈൽ പ്രതിരോധ സംവിധാനം ഒരുക്കണമെങ്കിൽ അതിന് $10,000 ചിലവ് വരും. ഇവിടെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സാമ്പത്തിക യുദ്ധരംഗം. അതുകൊണ്ട് തന്നെ ഹൂതി കേന്ദ്രങ്ങൾ കടന്നാക്രമിച്ച് തകർക്കുക എന്ന യുദ്ധതന്ത്രത്തിലേക്ക് ഇസ്രയേൽ കടന്നിരിക്കുന്നു. 2000-ഓളം കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു പർവ്വത പ്രദേശമാണ് യമൻ. സിവിലിയന്മാരാൽ ചുറ്റപ്പെട്ടത്. വളരെ കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക ഇസ്രയേലിന് ശ്രമകരമാണ്. ലെബനനിൽ പരിമിതമായ തോതിൽ മാത്രമാണ് IDF കടന്നാക്രമണം നടത്തിയത്. എന്നാൽ ഹിസ്ബുള്ളയെ എളുപ്പം മുട്ടുകുത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. 2000-ഓളം കിലോമീറ്റർ അകലെയുള്ള യമനിലെ ഹൂതികളെ എങ്ങനെ നിലംപരിശാക്കും എന്ന് ചിലർ സംശയങ്ങൾ ഉന്നയിക്കുന്നു. എന്നാൽ ഗാസയിലെ നെറ്റ്സാരിം ഇടനാഴിയിൽ IDF തങ്ങളുടെ താവളങ്ങൾ പൂർണ്ണമായി ഇപ്പോൾ രൂപകൽപ്പന ചെയ്തു. ഇടനാഴിയിൽ ഇസ്രയേൽ പ്രതിരോധ സേന ഇപ്പോൾ തീർത്തിരിക്കുന്ന നിർമ്മാണങ്ങളൊക്കെ താൽക്കാലികമാണ് എന്ന് ഇസ്രയേൽ വിശദീകരിക്കുമ്പോഴും തങ്ങളുടെ സ്ഥിര സാന്നിധ്യം ഉറപ്പുവരുത്തുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. ഗാസ മുനമ്പിലെ പൂർണ്ണമായി വിഭജിക്കുന്ന ഈ മേഖല അതീവ തന്ത്രപ്രധാനമായ മേഖലയാണ്. ഭാവിയിൽ IDF അവിടെ തുടരുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. ഹിസ്ബുള്ളയെ തകർത്ത് ഹമാസിനെ ഇല്ലായ്മ ചെയ്ത് മറുവശത്ത് സിറിയൻ ഭരണം അട്ടിമറിച്ച് ഇസ്രയേലിൻ്റെ മാന്ത്രിക യുദ്ധതന്ത്രങ്ങളാണ് ഇറാൻ കാണുന്നത്. ഹൂതികളെ കൂടി നിലംപരിശാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞാൽ ഇറാൻ അച്ചുതണ്ട് പൂർണ്ണമായി നിലംപൊത്തും. അവിടെ ഗാസ മുനമ്പിൽ തങ്ങളുടെ നിയന്ത്രണം ശക്തിപ്പെടുത്തുകയാണ് മറുവശത്ത് ഇസ്രയേൽ. തെക്കൻ ലെബനിൽ ശക്തമായ റെയ്ഡുകൾ ഇപ്പോഴും IDF തുടരുകയാണ്. ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ നിറഞ്ഞ തെക്കൻ ലെബനിലെ 100 മീറ്റർ ഭാഗം റദ്വാൻ ഫോഴ്സ് തകർത്ത് കളഞ്ഞു. ഇതിനിടയിൽ പലസ്തീൻ അതോറിറ്റി സേനയും ഭീകരരും തമ്മിൽ പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടലുകൾ തുടരുന്നു. പലസ്തീൻ സാമൂഹിക സംഘടന വെറും കീറൽ സംഘടനയാണ് എന്ന് ഹമാസിൻ്റെതായ ചില പ്രതികരണങ്ങൾ. പലസ്തീൻ അതോറിറ്റിക്കെതിരെ ഹമാസ് അണിനിരക്കുമെന്നാണ് ഇപ്പോൾ ഭീകര സംഘടനയുടെ മുന്നറിയിപ്പ്. വെസ്റ്റ് ബാങ്കിലും സമാധാനം അകലെയാകുന്നു. ശക്തമായ നീക്കങ്ങളിലൂടെ ഇസ്രയേൽ മുന്നേറുന്ന കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ. അതുകൊണ്ട് തന്നെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ഇനി ഏതു തലത്തിലുള്ള ആക്രമണങ്ങളാകും ഇസ്രയേൽ ശക്തിപ്പെടുക എന്ന് ലോകം ഉറ്റുനോക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.